കേരളം UDFനെ തിരികെ വിളിക്കുന്നു. 90 സീറ്റുകൾ എന്ന മാന്ത്രിക സംഖ്യ കടന്ന് UDF അനായാസ വിജയം നേടുമെന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ CPMനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. 90-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്ന നിഗമനങ്ങൾ വെറുമൊരു പ്രവചനമല്ല, മറിച്ച് കേരളത്തിലെ തെരുവുകളിൽ ഇന്ന് അലയടിക്കുന്ന ജനവികാരമാണ്. അഴിമതിയും ധൂർത്തും മുഖമുദ്രയാക്കിയ ഒരു സർക്കാരിനെ ജനം വെറുത്തു കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇത്. ഭരണ തുടർച്ചയുടെ അഹങ്കാരത്തിൽ ജനങ്ങളെ മറന്ന ഒരു സർക്കാരിനുള്ള മറുപടിയാണ് ഇത്. എന്തുകൊണ്ടാണ് UDFന് ഇത്ര വലിയൊരു മുന്നേറ്റം പ്രവചിക്കപ്പെടുന്നത് എന്നറിയാമോ? 140 മണ്ഡലങ്ങളിലും നടന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനങ്ങൾ ഒന്നടങ്കം അണിനിരന്നു കഴിഞ്ഞിരിക്കുകയാണ്. മലബാർ മുതൽ തിരുവിതാംകൂർ വരെ UDFന് അനുകൂലമായ ഒരു തരംഗം ആഞ്ഞടിക്കുകയാണ്. കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതൃത്വവും ഘടകകക്ഷികളുടെ ഒത്തൊരുമയും ചേരുമ്പോൾ 90 സീറ്റുകൾ എന്നത് UDFന് അനായാസം എത്തിപ്പിടിക്കാവുന്ന ഒന്നായി മാറുകയാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളം കണ്ടത് അഴിമതിയുടെയും സ്വജന പക്ഷപാതത്തിന്റെയും നാളുകളാണ്. ലൈഫ് മിഷൻ മുതൽ കരിമണൽ കർത്ത കേസ് വരെ നീളുന്ന അഴിമതി പരമ്പരകൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമ്പോൾ ഇടതുമുന്നണിയുടെ അടിത്തറ ഇളകുമെന്നത് ഉറപ്പാണ്. പിണറായി വിജയന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളും പോലീസിനെ ഉപയോഗിച്ചുള്ള അടിച്ചമർത്തലുകളും ജനങ്ങളിൽ ഭയമല്ല, മറിച്ച് പ്രതികാര ബുദ്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്ന പടയൊരുക്കം സമാനതകളില്ലാത്തതാണ്. യുവജനങ്ങളുടെയും പുതിയ മുഖങ്ങളുടെയും അണിനിരത്തിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയം കൂടെയാകുമ്പോൾ ഈ 90 സീറ്റുകൾ എന്ന ലക്ഷ്യം അതിവേഗം മറികടക്കാൻ നമുക്ക് സാധിക്കും. സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും സർക്കാരിന്റെ കള്ളങ്ങൾ പൊളിച്ചടുക്കി ഓരോ ബൂത്തിലും കോൺഗ്രസ് പ്രവർത്തകർ ഉയർന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതുപോലെ ഇത് ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല, കേരളത്തിന്റെ അന്തസ്സും ഐശ്വര്യവും വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. എന്തായാലും കേരളത്തിന്റെ ഭാവി ഇനി നമ്മുടെ കൈകളിലാണ്. ഈ സർവേ ഫലങ്ങൾ തരുന്ന ആത്മവിശ്വാസം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണം. 90 സീറ്റുകളല്ല, അതിലപ്പുറം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്ന് ഓരോ മലയാളികളും ഇന്ന് വിശ്വസിക്കുന്നുണ്ട്. അഴിമതിയില്ലാത്ത ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഭരണത്തിനായി നമുക്ക് കൈകോർക്കാം.